ബിഗ് ബോസ് മലയാളം സീസൺ 7. പണിപ്പുര എന്ന ഒരു ടാസ്കുമായി ബന്ധപ്പെട്ട് 7ന്റെ പണി കൊടുത്താണ് ബിഗ് ബോസ് ഈ ഒരു സീസൺ തുടങ്ങിയത്. അതെ, കണ്ടസ്റ്റൻസിന്റെ ഉടുതുണി അടക്കം പിടിച്ചു വാങ്ങി വെച്ചിട്ടായിരുന്നു ഈ ഒരു സീസണിന്റെ തുടക്കം. എല്ലാം ഗെയിം കളിച്ച്, ടാസ്കുകൾ കളിച്ച് അവർക്ക് കിട്ടുന്ന പോയിന്റ്സിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ലക്ഷറി ഐറ്റംസ് ആയിട്ടുള്ള ഫുഡ്, അതുപോലെ തന്നെ അവരുടെ മേക്കപ്പ് ഐറ്റംസ്, ഡ്രസ് മെറ്റീരിയൽസ് ഒക്കെ എടുക്കാൻ സാധിക്കത്തുള്ളായിരുന്നു. അതിനും ഭയങ്കര ടൈറ്റ് കോമ്പറ്റീഷനും ടൈറ്റ് ആയിട്ടുള്ള ടാസ്കുകളും എല്ലാമായിരുന്നു ബിഗ് ബോസ് ഈ ഒരു മൂന്നാമത്തെ ആഴ്ച കഴിയുന്നത് വരെയും 4ാമത്തെ ആഴ്ചയുടെ മിഡ് വരെയും കണ്ടക്ട് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ അതിനൊക്കെ ഒരു മാറ്റം വരുത്തിക്കൊണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് മൊത്തത്തിൽ ഗെയിം സ്ട്രാറ്റജികൾ ഒന്ന് മാറ്റി പിടിക്കാനാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇതുവരെയും ഫോളോ ചെയ്തു വരുന്ന ആ ഒരു പണിപ്പുര ടാസ്കുമായി ബന്ധപ്പെട്ട് നിലവിൽ ഈ ഡ്രസ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ ലക്ഷറി ഐറ്റംസ് എല്ലാം പിടിച്ചു വെച്ചത് കൊണ്ടും ബിഗ് ബോസിന്റെ ഈ ഒരു സീസണിന് ഒരു വളർച്ചയില്ല, അല്ലെങ്കിൽ ഒരു മുൻപോട്ട് പോക്കില്ല എന്ന് തോന്നിയത് കൊണ്ടാണോ എന്നറിയില്ല. എന്താണെന്നുണ്ടെങ്കിലും കണ്ടസ്റ്റൻസിന്റെ ഡ്രസ് മെറ്റീരിയൽസും മേക്കപ്പ് ഐറ്റംസും അവരുടെ ലക്ഷറി ഐറ്റംസും എല്ലാം തിരിച്ചു കൊടുത്തിട്ടുണ്ട് ബിഗ് ബോസ്. അപ്പം അത് തിരിച്ചു കൊടുത്തുകൊണ്ട് മറ്റൊരു പണിയാണോ ഉദ്ദേശിക്കുന്നത്, അതോ ഗെയിം മൊത്തത്തിലൊന്ന് ചേഞ്ച് ചെയ്ത്, അല്ലെങ്കിൽ ഈ ഒരു പണിപ്പൊരു ടാസ്കുമായി ബന്ധപ്പെട്ട തീം മൊത്തത്തിലൊന്ന് ചേഞ്ച് ചെയ്ത് മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമമാണോ എന്ന് നമുക്ക് അറിയാൻ പറ്റുന്നില്ല. എന്തായാലും നമുക്ക് നോക്കാം, കാത്തിരുന്ന് കാണാം. ഈ ഒരു സീസണിൽ 7ന്റെ പണി എന്ന് പറയുമ്പോൾ 7ന്റെ എന്ത് പണിയാണ് ഇനി വരാൻ പോകുന്നത്, അതോ ഇതുവരെ വന്നതുപോലെ മൊത്തം അലമ്പായി പോകൂ. എന്താണെന്നുണ്ടെങ്കിൽ ഈ ഒരു സീസണിന്റെ മൊത്തത്തിലുള്ള പോക്ക്, ഗ്രാഫ് എന്ന് പറയുന്നത് താഴേക്ക് തന്നെയാണ്. മികച്ചത് എന്ന് പറയുന്ന ഒരു സംഭവങ്ങളും ഇല്ല. ബിഗ് ബോസ് ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പല ടാസ്കുകളും പല കാര്യങ്ങളും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ ഈ ഒരു സീസണിലേക്ക് വന്നിട്ടുള്ള കണ്ടസ്റ്റൻസ് എന്ന് പറയുന്നത് അട്ടർ ഫ്ലോപ്പാണ്. ആരും തന്നെ മികച്ചു നിൽക്കുന്നില്ല. വിരലിലെണ്ണാവുന്ന കുറച്ച് പേര് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കാണിക്കുന്നു എന്നതല്ലാതെ ബാക്കി എല്ലാവരും അട്ടർ ഫ്ലോപ്പാണ്. മികച്ച കുറച്ച് അഭിപ്രായങ്ങളില്ല, മികച്ച കുറച്ച് നിലപാടുകളില്ല, മികച്ച രീതിയിൽ ഗെയിം കളിക്കുന്നില്ല. കുറച്ച് പേര് ഒഴിച്ചു നിർത്തിയാൽ ബാക്കി എല്ലാവരും വെറുതെ എന്തിനോ വന്നിരിക്കുന്ന കുറെ ആളുകൾ മാത്രമാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ. എന്തായാലും നമ്മൾക്ക് നോക്കാം എന്താകും ബിഗ് ബോസിന്റെ അടുത്ത പ്ലാന് എന്ന്. ഈ ഒരു പടിപ്പുരയുമായി ബന്ധപ്പെട്ട് ഡ്രസ് മെറ്റീരിയൽസും അവരുടെ മേക്കപ്പ് ഐറ്റവും എല്ലാം പിടിച്ചു വെച്ചത് കൊണ്ട് കണ്ടസ്റ്റൻസിന്റെ എല്ലാം കോൺഫിഡൻസ് മൊത്തം താഴേക്ക് പോയി എന്നൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു. എന്താണെങ്കിലും ഇതെല്ലാം തിരിച്ചു കൊടുത്തു കഴിയുമ്പോൾ അവരുടെ കോൺഫിഡൻസ് ഒക്കെ ഉയർന്നു കഴിയുമ്പം എന്താകും മാറ്റം വരാൻ പോകുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. വരും ദിവസങ്ങളിൽ മികച്ച ഗെയിമുകളും കാര്യങ്ങളും ഒക്കെ കാണാൻ സാധിക്കുമോ? എന്താണെങ്കിലും ഇതെല്ലാം തിരിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ കണ്ടസ്റ്റൻസിനെയൊക്കെ കാണാൻ ഒരു മെനയുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഒരേ തുണിയിട്ട് വേർത്ത് കുളിച്ച് ഒരു വൃത്തിയും വെടുപ്പും ഇല്ലാതെയാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഈ ഒരു 4 ആഴ്ചകൾ നമ്മൾ കണ്ടുവന്നത്. എന്തായാലും ഇനി മുന്നോട്ട് എല്ലാ കണ്ടസ്റ്റൻസിനെയും കുറച്ച് വൃത്തിയും വെടുപ്പോടെയും കുറച്ച് നല്ല രീതിയിൽ, മികച്ച രീതിയിൽ കാണാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ അവരുടെ ഗെയിമുകളും ഉയർന്നു കഴിഞ്ഞാൽ എന്താണെങ്കിലും മികച്ച രീതിയിൽ തന്നെ ഈ സീസണെ ഇനിയാണെന്നുണ്ടെങ്കിലും മുൻപോട്ട് കൊണ്ടുവരാൻ സാധിക്കും. ഇനി വൈൽഡ് കാർഡ്സ് ഒക്കെ വരുന്നു. വൈൽഡ് കാർഡ്സ് ഒക്കെ വന്നിട്ട് മികച്ച രീതിയിൽ ഗെയിമിനെ എടുത്തുകൊണ്ട് പോയാൽ മാത്രമേ ഈ ഒരു സീസൺ മികച്ച രീതിയിൽ ഇനിയെങ്കിലും കൊണ്ടുവരാൻ സാധിക്കത്തുള്ളൂ. 7ന്റെ പണിയുമായി വന്നിട്ട് നമ്മൾ പ്രേക്ഷകർക്കിട്ട് 7ന്റെ പണി തരുമോ, അതോ ബിഗ് ബോസിന് 7ന്റെ പണി കിട്ടി ഈ ഒരു സീസൺ തന്നെ മൊത്തത്തിൽ പൊട്ടിപ്പൊളിഞ്ഞു പോകുമോ എന്നൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം. എന്താണെങ്കിലും നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയുക. ഈ ഒരു സീസൺ നിലവിൽ എങ്ങനെയുണ്ട്, എങ്ങനെ പോകുന്നു, ഇനി ഇത് കരകയറി പോരാനുള്ള സാധ്യതകളുണ്ടോ, അതോ കണ്ടസ്റ്റൻസ് ഒക്കെ എങ്ങനെയുണ്ട്, കണ്ടസ്റ്റൻസിനെ പറ്റി അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.